മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവവും സുരേഷ് ഗോപി അങ്ങ് തൂക്കിയതായിട്ടാണല്ലോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിക്കാണല്ലോ ബോധമുള്ള സകല ആളുകളും കൈയടിക്കുന്നത്. ഇത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല, മറിച്ച് ഞാനിവിടെ 3 പേരുടെയും, അതായത് പിണറായി വിജയന്റെ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടേത്, അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേത്, ഈ 3 പേരുടെയും പ്രസംഗങ്ങളുടെ പ്രധാനപ്പെട്ട ചെറിയ ഭാഗങ്ങൾ ഇവിടെ മുന്നോട്ട് വെക്കാം. മാത്രവുമല്ല, പിണറായി വിജയനെയും വി ശിവൻകുട്ടിയുടെയും മണ്ടക്കടിച്ചതുപോലെ സുരേഷ് ഗോപി ഒരു പ്രവർത്തനവും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അങ്ങ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുൾപ്പെടെയാണ് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ പിണറായി വിജയൻ വിളിച്ചു പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. നിങ്ങൾ കേട്ടില്ലേ? ശരിയാണ്, വർഗീയവാദികളുണ്ടെങ്കിൽ നാട്ടിലെ കലാപം ഉണ്ടാവും. ആദ്യം തന്നെ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ടി തന്നെ പലസ്തീൻ അനുകൂല മതം നോക്കിയിട്ടുള്ള പ്രകടനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താതിരിക്കുക, ജിഹാദികൾക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കാതിരിക്കുക. എന്നാൽ തന്നെ നമ്മുടെ കേരളം നന്നാവും എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, വലിയ രീതിയിൽ സിനിമയുടെ പേരിനെ കുറിച്ചൊക്കെയാണ് വിളിച്ചു പറയുന്നത്. കലാ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, സിനിമാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആരായി പറയുന്നത്? പിണറായി വിജയൻ. ഏത് പിണറായി വിജയൻ? ദി കേരള സ്റ്റോറി പുറത്തിറങ്ങുമ്പോഴേക്ക് ബഹളം വെക്കുന്ന, അതിനെതിരെ ആക്രോശിക്കുന്ന പിണറായി വിജയൻ ഈ സിനിമയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയാൻ എന്ത് അർഹതയാണ് ഉള്ളത്? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമ, അങ്ങനെ എന്തൊക്കെ നിങ്ങൾ, എന്തിനൊക്കെ എതിരെ നിങ്ങൾ തോന്നിയതുപോലെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിങ്ങൾക്ക് കലയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ഇവിടെ എമ്പുരാൻ സിനിമ പോലും കേന്ദ്രം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ പച്ചക്കള്ളം വിളിച്ചു പറയുന്ന എമ്പുരാൻ സിനിമ പോലും നമ്മുടെ കേരളത്തിൽ ഓടിയതോട് കൂടിയിട്ട് മലയാളികൾക്കറിയാം കേന്ദ്ര സർക്കാർ ഒന്നിനും എതിരെ നിൽക്കുന്നില്ല എന്നുള്ളത്. രാജ്യത്തിനെതിരെ എന്തെങ്കിലും നിലപാടെടുത്താലേ അതിനെതിരെ മാത്രമേ നടപടി എടുക്കാറുള്ളൂ എന്നുള്ളത്. കലാസ്വാതന്ത്ര്യത്തേക്ക് കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ മറ്റൊരു സംവിധാനവും അതിന് ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നുള്ളതൊക്കെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പക്ക സ്കൂൾ കലോത്സവത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് പിണറായി രംഗത്തെത്തിയത് എന്നുള്ളത് സകലർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് ശിവൻകുട്ടിയാണ് ഇത് രംഗത്തെത്തുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള 1065 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. എത്ര പച്ചക്കള്ളായി വിളിച്ചു പറയുന്നത്? കേന്ദ്ര സർക്കാർ നേരാവണ്ണം തരാനുള്ള എല്ലാ ഫണ്ടും തന്നു എന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ടവർ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതാ. മറ്റൊന്ന്, PM ശ്രീ പദ്ധതിയുടെ പണമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് കരാർ ഒപ്പുവെച്ച് മുന്നോട്ട് പോകണം. ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണ് PM ശ്രീ. അത് കേരളത്തിൽ നടപ്പിലാക്കൂ. തരാനുള്ള അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ക്യാഷുകൾ നിങ്ങൾക്ക് തന്നെ കിട്ടൂ. PM ശ്രീ പദ്ധതി എന്തുകൊണ്ടാ ഈ പറയുന്ന ഇടതുപക്ഷം നിർത്തിവെച്ചിട്ടുള്ളത്? കേരളത്തിലെ ജിഹാദികളെ പേടിച്ചിട്ടല്ലേ? അവരുടെ പ്രതിഷേധങ്ങളെ പേടിച്ചിട്ടല്ലേ? അതേസമയത്ത് രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും PM ശ്രീ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. എന്തിനേറെ പറയുന്നു, മാഹിയില് ഉസ്മാൻ ഹയർ സെക്കൻഡറി സ്കൂള്, എത്ര ഭംഗിയായിട്ടാണ് അവർ PM ശ്രീയെ കുറിച്ചൊക്കെ പച്ച മലയാളത്തിൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുന്നത്. ഇവിടെ സിലബസിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെ ആ പദ്ധതി അംഗീകരിച്ചതോട് കൂടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് കോടിയിലധികം രൂപ ഇവിടേക്ക് വന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വികസനം കൊണ്ടുവന്നു. ആ PM ശ്രീ പദ്ധതി കാരനാണ് സ്കൂൾ ഡെവലപ്പ് ആയത് എന്ന് പോലും പ്രഖ്യാപിച്ചു. എന്നിട്ടും നേരം വെളുക്കാതെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വന്നത്. എന്നിട്ട് തന്നില്ല എന്ന പച്ചക്കള്ളം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എന്നിട്ട് ഞങ്ങൾ നടത്തി എന്നാ പറയുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം അതെങ്ങനെ നടത്തുന്നു എന്നുള്ളതും നമുക്ക് മുന്നോട്ട് വെക്കാം.
ഇതിന് രണ്ടിനും കൂടിയായിട്ടൊരു മറുപടി സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ, ഇതിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട്. ജനങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം. അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ്. പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള രമ്യതയിൽ പോകണം. ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ്. അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല. ഈ വേദി കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ്. ഈ വേദിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ തരാനുള്ളത് തന്നിരിക്കുമെന്നുള്ളതും ഈ കൃത്യമായ വാക്കുകളിൽ വ്യക്തമായിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഏതായാലും കുഞ്ഞുങ്ങളുള്ളൊരു സ്ഥലത്തല്ല രാഷ്ട്രീയം പറയേണ്ടത് എന്ന ആ വിവേകപരമായിട്ടുള്ള പ്രഖ്യാപനമാണ് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും ഇരുകൈയും നീട്ടി സ്വീകരിക്കുക. അല്ലെങ്കിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണോ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് രാഷ്ട്രീയം വിളിച്ചു പറയുന്നത്? ആ കലയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്കൊന്നും ഒന്നുമില്ലേ? കലയെക്കുറിച്ച് സംസാരിക്കുക. അവിടെ വന്നിട്ട് ചെറിയ കുട്ടികളുടെ മുന്നിൽ വന്നിട്ട് രാഷ്ട്രീയം ഇങ്ങനെ പറയാം. ഏതായാലും മറുപടി കിട്ടിയപ്പോ വയറ് നിറഞ്ഞു എന്ന് മലയാളികൾക്ക് മനസ്സിലായി. ഈ പറയുന്ന പിണറായി വിജയനും ഈ പറയുന്ന വി ശിവൻകുട്ടിക്കൊക്കെ ഒരൊറ്റ ഡയലോഗ്, കുട്ടികളുടെ മുന്നിൽ നിന്നല്ല ഞാൻ രാഷ്ട്രീയം പറയാറുള്ളത്. അതെത്ര വിവേകപരമായിട്ടുള്ളൊരു മറുപടിയാ. യഥാർത്ഥത്തിൽ ബോധമുള്ള സകല മലയാളികളും സുരേഷ് ഗോപിക്കാണ് കൈയടിക്കുക. ഇത് മാത്രല്ല, ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ വി ശിവൻകുട്ടി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങൾ നടത്തുന്നെന്ന് പറഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് സുരേഷ് ഗോപിയുടെ സംഭാവന നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹം പ്രഖ്യാപിച്ചത് അവിടേക്ക് എത്തുന്ന വീഡിയോ കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഒരു കൂട്ടം പച്ചക്കറികളാണ്. ആ പച്ചക്കറി എന്നോട് അവിടെ ഉണ്ടായിരുന്ന നമ്പൂതിരിയുടെ അദ്ദേഹത്തിൻ്റെ പാചകക്കാർ പറഞ്ഞു, ഇത് മുഴുവൻ കുട്ടികൾ പൂൾ ചെയ്ത് കൊണ്ട് തന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നി, അങ്ങനെ എല്ലാവരും കൂടി വിചാരിച്ചാൽ ഒരുപക്ഷെ സർക്കാർ അതിനുവേണ്ടി ചെലവാക്കുന്ന കാശ് കുട്ടികളുടെ ഇവിടുത്തെ സ്റ്റേജിൽ കലാപരമായ പ്രോത്സാഹനത്തിന് വേണ്ടി എന്തൊക്കെ ലഭ്യതകൾ വർദ്ധിപ്പിക്കണമോ അതിന് നൽകാൻ സാധിക്കുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ റൈസ് മാർക്കറ്റിലെയും വെജിറ്റബിൾ മാർക്കറ്റിലെയും എല്ലാവരും അതിനകത്ത് പങ്കാളികളാവണം. ഞാൻ അതിനിന്ന് തുടക്കം കുറിച്ച് വെക്കുകയാണ്. 2 ടൺ, അത് പോരാ എന്ന് പറഞ്ഞാൽ 3 ടൺ അരി പാലക്കാടൻ മട്ട പാലക്കാട് നിന്ന് ഇപ്പോൾ ലോഡ് കയറും. നിങ്ങൾ കേട്ടില്ലേ? 3 ടൺ അരി പാലക്കാടൻ മട്ട വണ്ടി കയറി എന്ന് പറഞ്ഞു. കലോത്സവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 3000 കിലോ അരി. ഈ ശിവൻകുട്ടി പറഞ്ഞല്ലോ ഞങ്ങൾ അതങ്ങ് നടത്തുന്നു എന്ന്. ഇത് കുട്ടികളോട് സകല ദാനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതേ വേദിയിൽ വെച്ച് അതിന് മണിക്കൂറുകൾക്കുള്ളിൽ സുരേഷ് ഗോപിയുടെ സംഭാവന വരിക 3 ടൺ അരി. നമ്മുടെ കേരളത്തിൽ ബാക്കി വരുന്ന 19 MP-മാർ, ബാക്കി വരുന്ന 140 MLA-മാർ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എന്ത് കൊടുത്തു എന്നുള്ളത് ഓരോ ബോധമുള്ള മലയാളികളും ചിന്തിക്കണം. 3000 കിലോ അരി കൊടുത്തിരിക്കുന്നു സുരേഷ് ഗോപി. വലിയ വായിൽ രാഷ്ട്രീയം പറയാമെന്നും അതേപോലെ തന്നെ ഞങ്ങൾ അങ്ങ് നടത്തുമെന്ന് പറയുമ്പോഴും സുരേഷ് ഗോപി കൊടുത്തതും ഇരുകൈയും നീട്ടി സ്വീകരിച്ചതും നമ്മൾ കണ്ടു. മറ്റൊന്ന് വി ശിവൻകുട്ടിയോടും ഈ സംസ്ഥാന സ്കൂൾ കലോത്സവമൊക്കെ നടത്തുന്ന സകലരോടും പറയാനുള്ളത്, ഈ ഇടതുപക്ഷത്തിന് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവമൊന്നും മാന്യ മര്യാദക്ക് നടത്താൻ അറിയില്ലെങ്കിൽ നിങ്ങളങ്ങ് മാറിക്കൊടുക്കുന്നേ. നിങ്ങളങ്ങ് മാറിക്കൊടുക്കൂ. അത് ഏറ്റെടുക്കാൻ ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നിങ്ങൾക്കൊണ്ടാവുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അതില്ല ഇതില്ല എന്ന ഇരവാദം നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് മാറിക്കൊടുക്കൂ. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തും, അവര് നടത്തിക്കോളും. നിങ്ങളൊക്കെ നടത്തുന്നതിനേക്കാൾ വലിയ ഭംഗിയിൽ കേരള സർക്കാർ നടത്തുന്നതിലേക്കും സുരേഷ് ഗോപി അദ്ദേഹത്തിന് സംഭാവന കൊടുത്ത് കേരളത്തിന്റെ ബോധമുള്ള സകല ജനതയുടെയും കയ്യടി മേറ്റുവാങ്ങി. എന്തിനാണ് പിണറായി വിജയനും വി ശിവൻകുട്ടിയൊക്കെ അനാവശ്യമായിട്ടൊരു സ്ഥലത്ത് നിന്ന് പൊളിറ്റിക്സ് വിളിച്ചു പറഞ്ഞ് ഇരുന്ന് സുരേഷ് ഗോപിയോട് ഇങ്ങനെ അടി വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത്?